ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും കിട്ടിയമ്മ, പേടിക്കണ്ട കേട്ടോ. കിട്ടണല്ലോ. അതിന്റെ എക്കോ ഉണ്ടല്ലോ, നമ്മുടെ ഈ കുന്നുംപുറത്ത് വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് കൂക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ പേര് പറയുമ്പോൾ 7 ഭാഷ 4 ഭാഷ 3 ഭാഷ ഒക്കെ അങ്ങനെ അല്ല, അത്ര എക്കോ ഉണ്ട് പറയാം, എക്കോ വോയിസാണ് പറയണത്. പക്ഷെ ഉമ്മയ്ക്കൊരു പവർ കുറവുണ്ടെന്ന് കേട്ടാ. ഉണ്ട് ഉണ്ട് ഒരു ഊർജല്ലേ, ഊർജം. ആ ഉമ്മ എന്ന് പറയുമ്പോ അതിന്റെ എക്കോ അങ്ങനെ എവിടെ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും. അത്രയ്ക്ക് ഒരു ചെറിയൊരു കുറവ് എന്തോ ഒരു ആ അതാണ് അവിടെ. അത് കറക്റ്റായി കേട്ടമ്മ, ഇപ്പൊ കറക്റ്റായി. ഓക്കെ, ഒരു മീൻകറി. അപ്പോ വേണ്ട സാധനങ്ങൾ മീൻ കളിച്ചത്, തക്കാളി അരച്ചത്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചെറിയ ഉള്ളി അരിഞ്ഞു, ഒരു കുടംപുളി. അതായത് അവനവന്റെ ആവശ്യത്തിന് ഇടാം. അത് ഇവിടെ തക്കാളിനോട് പുളി അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളി. പിന്നെ സാധാരണ പറയും പോലെ മുളക് കുതിർത്ത്, മുളകും കറിവേപ്പിലയും മഞ്ഞളും കൂടി അരച്ചിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. കറിവേപ്പില ഇട്ടില്ല. എന്തറിയോ, മുളക് അരയ്ക്കുമ്പോൾ ഞാൻ എന്നും അത് പറയാൻ വിട്ടുപോകുന്നത്, ഞാൻ അതിൻ്റെ കൂടെ ഒരിത്തിരി കറിവേപ്പില കൂട്ടി അരയ്ക്കും. നല്ലൊരു ഫ്ലേവർ അല്ലേ അതിനും. പിന്നെ കറിവേപ്പില ഇത്ര വേണ്ട, പച്ചമുളക് അത് പറഞ്ഞു. പിന്നെ ഉലുവ, ഉപ്പ്. അപ്പോൾ ചട്ടി ചൂടാവും. ചട്ടിയല്ലേ നല്ലത്. മീൻകറിക്ക് എന്നും ചട്ടിയാണ് നല്ലത്. ചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് അതിൻ്റെതായ ഒരു രുചി ഉണ്ടാവും. അത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് നാളെ അത് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി രുചി ഉണ്ടാവും അല്ലേ. അതെന്താണെന്നറിയില്ല, മീൻകറി മാത്രം എടുത്തു വെച്ച് കഴിക്കുന്നതോരം രുചി കൂടും അല്ലേ. അപ്പോൾ ഒത്തിരിയാണോ എണ്ണ ഒഴിച്ചെടുക്കുന്നത്? അല്ല, കളിയാക്കിയതല്ല ഞാൻ. അല്ല, ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞ അമ്മ കളിയാക്കിയതല്ല. ഇത്തിരി ഇതെന്താ ഇത്, കറുത്ത ചെമ്മരിയാടക്ക് മഞ്ഞ പുള്ളി കുത്തിയ പോലെ ഉണ്ടല്ലോ ഡ്രസ്സ്. അല്ല, ചെമ്മരിയാടല്ലോ ഇത്, നാടന് അല്ല. അതല്ലമ്മ, പുള്ളി ഇല്ലമ്മ, ആരാ പുള്ളി കുത്തിയ പോലെ ഉണ്ട് എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ ആടിനൊക്കെ ചില ആട്ടിൻകുട്ടികളൊക്കെ ചിലരൊക്കെ വളർത്തിന് കണ്ടാണ്ടല്ലോ, സ്വന്തം വീട്ടിലെ കുട്ടികളെ വളർത്തും പോലെ വളർത്തും. അപ്പൊ അവർ ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ പെയിന്റും കൊണ്ട് ചിത്രമൊക്കെ വരയ്ക്കും. അതുപോലെ വരച്ചു വെച്ച പോലെ ഉണ്ട് എന്നാ പറയണത്. കേട്ടില്ലേ, ആടിനെ അമ്മണിക്കുട്ടി അങ്ങനെ പല പേരിൽ വിളിക്കുമ്പോ ആടോ, പശു. ആട് ഞാൻ എൻ്റെ ഓർമ്മയിലില്ല, അതാണ് ഞാൻ ആലോചിക്കണത്. അതെന്താ ഈ പശുവിന് ആമീന സൈനബ എന്നൊന്നും പേര് ഉണ്ടോ ചോദിച്ചു, ഞാൻ കേട്ടിട്ടില്ല കൂടുതൽ, അതാണ്. ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് അങ്ങനെ എന്താവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം, പേടിക്കണ്ട. നമ്മളുണ്ടമ്മ, നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തെറ്റും പക്ഷെ അതിനൊക്കെ തന്നെയല്ലേ വെക്കുക. ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് ഇതാ വെക്കുന്നത്, അത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് കറി കാണിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മുടെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കും വിഷമാണ്, അവർക്കും വിഷമാണ്. കുറച്ച് പേരുണ്ട് അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നിട്ടാണ് അമ്മ ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത്. അത് ഇന്നലെ എനിക്ക് തീരെ വലിയ അയ്യോ, അത് മോശമാണ് കേട്ടോ, ഈ വയ്യാന്നൊക്കെ പറയണത്. ഭയങ്കര ക്ഷീണം, എന്താണെന്നറിയില്ല. അപ്പൊ ഒന്നിനും തോന്നിയില്ല. അതെന്താ അന്നേരം അങ്ങനെ ക്ഷീണം വരാൻ കാരണം അറിയില്ല. പ്രഷർ ലോ ആയതാണെന്നാണ് കുറച്ച് വേറെ പ്രശ്നം. ഏത് അച്ഛൻ ഡോക്ടർ പറഞ്ഞതാ? അച്ഛൻ നോക്കിയല്ലോ. പിന്നെ അച്ഛൻ ഡോക്ടർ പറഞ്ഞ പറ്റില്ല. അല്ല, അതാ ചോദിച്ചത്, ആ ഡോക്ടറാണല്ലോ ഇവിടെ നോക്കുക. നോക്കിയിട്ട് പറഞ്ഞ് പ്രഷർ
അതെന്താ കാരണം അറിയാം നമുക്ക് പ്രഷർ കുറയാൻ? ഞാനിപ്പോൾ അമ്മേനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. പാവല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഷറും ഷുഗറും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ. നമ്മളായിട്ട് അതിനൊരു ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാനൊന്ന് പിന്മാറിയപ്പോൾ അമ്മയ്ക്ക് പ്രഷർ ലോ ആയി. അതിൻ്റെ പകരം ഞാൻ ഇത്തിരി എന്തെങ്കിലുമൊക്കെ കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടെങ്കിൽ അമ്മയ്ക്ക് പ്രഷർ ഇങ്ങനെ കയറും. അപ്പോൾ പ്രഷറിനുള്ള ഗുളിക കഴിക്കുമ്പോൾ അത് നോർമലാവും. യഥാർത്ഥത്തിൽ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ് നല്ലത്. അപ്പോൾ പ്രഷർ ഇങ്ങനെ കറക്റ്റ് ലെവലിലുണ്ടാവും. ഇത് ഞാൻ കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചുമ്മാ അമ്മേനെ വെറുതെ വിട്ടപ്പോൾ പാവം അമ്മ എന്ന് വിട്ടപ്പോൾ നമുക്ക് പ്രഷർ ലോ ആയി. അത്യാവശ്യം പ്രഷർ വേണേ, അങ്ങനെയൊന്നും വേണ്ട, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അമ്മ. ബുദ്ധിമുട്ടാണ്, അത് ശരിയാണ്. അതന്നെ, ഇടയ്ക്ക് അമ്മേനെ ഇത്തിരി ബുദ്ധിമുട്ടിക്കണം, അപ്പം നമുക്ക് പ്രഷർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നീ, അതല്ല നിന്റെ കുറുമ്പല്ലേ എന്റെ പിന്നാലെ നിനക്ക് ടൈം പാസിനല്ല. അല്ലല്ല, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. നിന്റെ ടൈം പാസിനല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യാത്തത് കൊണ്ട് എന്തായി, ആ ഉള്ള പ്രഷർ ഉള്ളതും കൂടി കുറഞ്ഞു പോയി. മനസ്സിലായില്ലേ? കുറച്ച് കറിവേപ്പില ഇല്ലാത്ത ഒരു കളിയും നമുക്കില്ല. എണ്ണ തെളിഞ്ഞ് വരിക. അത് തെളിഞ്ഞ് വരികയല്ല, തെളിഞ്ഞ് വരിക. ആ ചക്ക കണ്ടോ, ഈ ഒരു റിയാക്ഷൻ കണ്ടില്ലേ? ഇന്ന് നോക്കിക്കോ അമ്മ, ഇത് കഴിഞ്ഞിട്ട് വീഡിയോ പിടിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പ്രഷർ ചെക്ക് ചെയ്ത് നോക്കി, കറക്റ്റായിരിക്കും കേട്ടോ. പ്രഷർ ലോ ആവരുതമ്മ. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ ആവശ്യത്തിനുള്ള ഉപ്പ് കഴിച്ചാലും മതി, പ്രഷർ കറക്റ്റാവും. അല്ല, എനിക്കല്ലല്ലോ പ്രഷർ ലോ ഉള്ളത്, അമ്മയ്ക്കല്ലമ്മ. ഈ പ്രഷർ ലോ ആയ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അല്ല, പ്രഷർ ലോ ആയ എന്താണ് ചെയ്യേണ്ടത്? അത്ര തന്നെ ഉള്ളൂ. ഇനി കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുടംപുളിയൊക്കെ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ഇട്ടോളൂ. ഞാൻ എന്താ പറഞ്ഞാൽ തക്കാളിയുടെ പുളിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഒരുപാട് പുളി ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ചാറ പാട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് പുളി ഇഷ്ടമില്ലാത്തവർ ആരൊക്കെയാണ്? നീ, അച്ഛൻ, എല്ലാവരും, നമ്മുടെ വീട്ടിലെല്ലാവരും, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണ്. ആണോ? അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു. ഓക്കെ. അപ്പോൾ എന്തായാലും അത് അടഞ്ഞിരിക്കുകയല്ലേ, അതൊക്കെ ഒന്ന് വെന്തൊന്ന് സെറ്റാവണ്ടേ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നും ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ ഓർത്തിട്ടുണ്ട്. ഓർത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഏതാണ്ട് ആൾക്കാരൊക്കെ ചിലരിങ്ങനെ ഇത് പറയില്ലേ, എന്താണ് അപവാദം പറയാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന് ഇപ്പൊ നീ എന്നെ എന്തോ പറഞ്ഞു, അത് ആരെങ്കിലും അടുത്തുള്ളവർ കേട്ടു. അതിനൊന്നും എന്നെ ഉപമ ചെയ്യണ്ട. അച്ഛൻ എന്തോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മതി. അച്ഛൻ എന്തോ പറഞ്ഞു എന്നെ. അപ്പൊ അത് അടുത്തുള്ളവർ കേട്ടു. അതാ ആ മോനു ചേട്ടനെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്പുഷിച്ച് കാണുന്ന പോലെ ഒന്നല്ല. ആഹാ, ഇതാണല്ലേ, സത്യമായിരിക്കും, തീരില്ലാണ്ട് പുകയുണ്ടാകുമോ? അങ്ങനെ പല അപവാദങ്ങളും പറയും. അച്ഛൻ പറഞ്ഞതല്ല, അങ്ങനെ ഞാൻ എന്നെ ഉപമാക്കി അങ്ങനെ പറയും. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് കഥ പറയാം. അതിനെ ആസ്പത്രിയിലാക്കിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് പറയും. എന്റെ ചെവിക്ക് ഇന്ന് ഫുള്ള് മഴയായത് കൊണ്ട് എന്റെ ചെവി ഇത്ര അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. കണ്ണിലേക്ക് മുളക് വെച്ചാൽ അങ്ങനെ ചെവി ശരിയാവുക? ഇത് ലോകത്തില്ലാത്ത വൈദ്യരാണ് കേട്ടോ. കണ്ണിലേക്ക് മരുന്ന് ചെവി ശരിയാക്കേ. ഓ, എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ. ഇന്ന് അമ്മക്ക് ജലദോഷം വരുമ്പോ എന്തായാലും അല്ല, അമ്മക്ക് ജലദോഷം വരുമ്പോ എന്തായാലും വായിൽ ഒരു പച്ചമുളക് ഇട്ട് തന്നാ മതിയോ? കുറച്ച് ഉപ്പ് കൊടുക്കാം. പുളിക്കനുസരിച്ച് ഉപ്പ് വേണ്ടേ. കണ്ണിൽ മുളക് തേച്ചിട്ടാണ് കഥ പറയണത്, കഥ പറഞ്ഞിട്ടാണോ മുളക് തേക്കുന്നത്? ഞാൻ മുളകൊന്നും തേക്കുന്നില്ല. ഇനി ഈ മീനിട്ടു, മീൻ എല്ലാം ഇതിൽ കിടന്ന് വേണം. അത് വേണമെങ്കിൽ വേഗം എന്തായാലും കുഴപ്പമില്ല. ഇത് വറക്കാനുള്ളതാണ് നമുക്ക്. കറി കൂട്ടാത്തവണല്ലേ, ചാറ് മാത്രമല്ലേ കൂട്ടുള്ളൂ. ഈ കറിയുടെ മീനൊക്കെ ഏതാണ്ട് അച്ഛനൊരു കഷ്ണം 2 കഷ്ണമൊക്കെ കൂട്ടും, അത്ര. അപ്പം ഇതിൽ കിടന്നത് ഇങ്ങനെ നന്നായി വേണം. അപ്പം അമ്മ പറഞ്ഞു വന്നത്
പരദോഷങ്ങൾ ആസ്വദിക്കുന്ന വ്യക്തികൾക്കുള്ള കഥയാണ്, അല്ലെങ്കിൽ പരദോഷം കൊണ്ട് തളർന്നു പോകുന്ന വ്യക്തികൾക്കുള്ള കഥയാണ്, അല്ലെങ്കിൽ പരദോഷങ്ങൾ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് ഇത് നേരം പരദോഷങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കഥയാണ് അല്ലേ? എനിക്ക് മനസ്സിലായി പറഞ്ഞോളൂ. ഒരു ഭാര്യ ഭർത്താവുണ്ട്, കുറെ വീടുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു വീടാണ് ഇവരുടെ 2-3 കുട്ടികളും ഭാര്യയും ഭർത്താവായിട്ട് താമസിക്കും. ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദിവസങ്ങളിലൊക്കെ കുടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്വഭാവമാണ്. കുടിച്ചു കഴിഞ്ഞാൽ ഭാര്യനെ എന്തെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ അടുത്തുള്ളവർക്കൊക്കെ ഇതൊരു രസമാണ്. അവരെന്ത് ചെയ്യും, എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഭയങ്കര നിശബ്ദമായ അവരുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെവി കൊടുക്കുകയാണ്, ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. ഒരു ദുസ്വഭാവമാണത്. ആൾക്കാരങ്ങനെയല്ലേ എന്ന് വെച്ചാൽ നാട്ടിലെ കഥകൾ കേട്ടൊന്ന് പാട്ടാക്കുമ്പോഴല്ലേ അന്നത്തെ ദിവസം പോയി കിട്ടുള്ളൂ. എല്ലാവരും അല്ല, അങ്ങനെയുള്ളവർ ചിലര്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ അന്ന് ഭർത്താവ് വന്നിട്ട് ഈ ഭാര്യന് എന്തോ ഒരു അനാവശ്യം പറഞ്ഞു. അതങ്ങോട്ട് അവര് കേട്ടില്ലേ, അത് ശരി, ഇവിടെ ഇങ്ങനെയാണല്ലേ, ആ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലേ, അവരുടെ വീട്ടില് ദിവസം വഴക്കുണ്ടാവുന്നത് ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ്, ഇപ്പഴല്ലേ കാരണം പിടികിട്ടിയത്, അവിടെ ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവം അതാണല്ലേ എന്ന് പറയുന്നത്. ഇയാള് രാവിലെ നീറ്റായിട്ട് കുടിച്ച മപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ അയാളുടെ മറ്റു ജോലിക്ക് പോയി, അവര് ഭാര്യ ഭർത്താവിന് ഒരു പ്രശ്നമില്ല. പുറത്ത് ഇവിടെ ഇറങ്ങിയ സമയത്ത് ഇവിടെ കേക്കച്ചൻ എങ്ങനെ പറയാണ്, മിണ്ടാപ്പൂച്ച കലവടയ്ക്കും, അങ്ങനെ ഇങ്ങനെ പലതും പറയണം. അപ്പൊ ഇവർക്ക് അതൊക്കെ കേട്ടിട്ട് ആകെ വിഷമായി. എന്റെ ഭർത്താവ് കുടിച്ചിട്ട് എന്തോ ദേഷ്യത്തില് വായം കൊണ്ടൊരു വർത്താനം ഇപ്പൊ ഭാര്യയെ പറയില്ലേ, അതുപോലെ സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഇവരെല്ലാവരും ഏറ്റുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇത് വേഗം തിരിച്ചു വന്നു. പൂക്കടയിൽ പൂ വിൽക്കാൻ പോകണം. പൂക്കട പറഞ്ഞാൽ അമ്പലത്തിന്റെ അടുത്തൊരിത്തിരി ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ട് നിറച്ച പൂ കൊണ്ടിട്ട് അമ്പലത്തിന്റെ അവിടെ വിൽക്കും. അപ്പൊ ഈ പൂജയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ അത് വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ അങ്ങനെ. അപ്പൊ ഇതിന് പൂ പൊട്ടിക്കുമ്പോഴും ഇവിടെ ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര വിഷമമായി. ഞാൻ എങ്ങനെ പുറത്ത് ഉള്ളിൽ പോയിരുന്നിട്ട് കുറെ നേരം ചിന്തിച്ചിരുന്നു. എന്നിട്ട് കുറെ നേരം ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു. അപ്പൊ മൂത്ത മകന് കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ, 10-13 വയസ്സൊക്കെ ആയ കുട്ടിയാണ്. അപ്പൊ അവൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ കരയുന്നു ചോദിച്ചു. നിന്റെ അച്ഛൻ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോലെ ദേഷ്യത്തില്. അത് അടുത്തുള്ളവർ മുഴുവൻ കേട്ടിട്ട് അവരെന്നെ കുറ്റം പറയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മോനെ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ മോനെ, അവരെല്ലാവരും എന്നെ ചീത്ത സ്ത്രീയായിട്ട് ചിത്രീകരിച്ച് പറയുകയാണ്. ഞാൻ എങ്ങനെയാ പൂവിക്കാൻ പോകുന്നത്, ഞാൻ അവിടെ ചിന്തിച്ചിരിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ പറ്റിയെങ്കിൽ പോയില്ലെങ്കിൽ ഞാൻ പോവില്ല, എന്തിനാണ് ഈ ജീവിതം, അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അവിടെ ഒരാശ്രമമുണ്ട്. ആ ആശ്രമത്തിന്റെ അവിടെ ഒരു സ്വാമീജി. ഞാൻ അതാണ് വിചാരിക്കുന്നത്, ഈ കഥയിൽ എന്താ ഒരു സ്വാമീജി വരാനിരുന്നത്. ആയിക്കോട്ടെ. അപ്പൊ അവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ ഒരു സ്വാമീജി ഉണ്ട്. അപ്പൊ ഈ കുട്ടി എന്നും ഒഴിവ് ദിവസങ്ങളിൽ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ പോയിട്ട്, സ്കൂളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ പോയിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് അവിടുത്തെ ഓരോ ഇതൊക്കെ കാണലും കേൾക്കലും ഒക്കെ ഇഷ്ടമാണ്. ഈ കുട്ടി ആശ്രമത്തിലുള്ള സ്വാമിക്കും അല്ലേ, അല്ല നല്ല കുട്ടിയായതുകൊണ്ട് ചോദിച്ചാ. അയ്യേ, ആരാലും കേട്ടാലും മതി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അവിടെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ പല ഉപകാരം ഈ കുട്ടി ചെയ്യും. ഭയങ്കര ചുരുചുരുക്കുള്ള ഒരു കുട്ടിയാണ്. അവിടെ പോയിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ശിഷ്യന്മാരൊക്കെ ചോദിക്കും, എന്താ നീ ഇന്ന് ഒരു ചുരുചുരുക്കില്ല? ഈ കുട്ടിക്ക് ശിഷ്യന്മാരോ? അല്ല, ഗുരുവിന്റെ ശിഷ്യന്മാരാ. അപ്പോൾ ഈ കുട്ടിയാണ്. അവൻ പിന്നെ ഗുരു പുറത്തു വന്നപ്പോ കാണും ഈ കുട്ടിയെ. എന്താ മോനെ നീ ഇങ്ങനെ മൗനമായിരിക്കുന്നത്, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കും. അപ്പോൾ ഈ കുട്ടി ഒന്നും മിണ്ടില്ല. കുറെ കഴിഞ്ഞപ്പോ കുട്ടി കരഞ്ഞിട്ട് പറയും, എനിക്ക് എൻ്റെ അമ്മയുടെ ദുഃഖം ഒന്നും മാറ്റണ്ട, സ്വാമി അതിനൊരു മാർഗം പറഞ്ഞിരുന്നു. എന്താ ഉണ്ടായി വന്നപ്പോൾ ഈ കുട്ടിക്ക് നടന്ന സംഭവങ്ങളെന്ന് പറയും ചുരുക്കിയിട്ട്. അപ്പോൾ സ്വാമി പറയും, അതിനാണോ നിന്റെ അമ്മയുടെ ദുഃഖം ഞാൻ നേരിട്ട് വന്നിട്ട് മാറ്റാം, കുട്ടി പൊക്കോ, കുട്ടി വിഷമിക്കുകയേ വേണ്ട, കുട്ടി പൊക്കോ പറയും. നീ ഇതൊന്നും പോയിട്ട് അമ്മയോട് പറയാനും പോണ്ടാന്ന്. കുട്ടി അങ്ങനെ കുട്ടി പോയി. കുട്ടിക്കൊരു സമാധാനമായി. സ്വാമീജി വിചാരിച്ച എന്തെങ്കിലും നടക്കുന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ സ്വാമീജി അമ്പലത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ പൂ വിൽക്കാൻ വേണ്ടി അവരവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ഈ സ്ത്രീ, ഈ കുട്ടിയുടെ അമ്മ. അപ്പോൾ സ്വാമീജി അടുത്ത് വന്നിട്ട് പറയും, ഇതെന്താണ് നീ ഇന്ന് കടലാസ് പൂക്കൾ കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ? അമ്പലത്തിലേക്ക് പൂജയ്ക്ക് കടലാസ് പൂക്കളാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്, നീ എന്ത് തട്ടിപ്പാ നീ കാണിക്കുന്നതെന്ന് പറയും. സ്വാമി, ഇത് കടലാസ് പൂക്കളല്ല, ഇത് ഞാൻ നട്ടു വളർത്തിയ പൂക്കളാണ്, ഒന്ന് മണത്തു നോക്കൂ സ്വാമി. എനിക്ക് മണത്തു നോക്കും വേണ്ട, ഒന്നും വേണ്ട, ഇത് കടലാസ് പൂക്കളാന്ന് എനിക്ക് കണ്ടാൽ അറിയില്ലേ, എനിക്കെന്താ വിവരമില്ലാത്ത ആളാ ഞാൻ എന്ന് പറയും.
അപ്പൊ കൂടെ 2-3 ശിഷ്യന്മാരുണ്ട്. അവരിങ്ങനെ നോക്കുമ്പോ അവരും പറയും, അവർ നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി, ഓ സ്വാമീജി ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയായിരുന്നു. അപ്പൊ അവരും പറയും, അവരും മനസ്സിൽ വിചാരിക്കും സ്വാമീജി പറഞ്ഞാൽ ശരിയായിരിക്കും. പറഞ്ഞിട്ട് അതെ അതെ സ്വാമീജി പറഞ്ഞ ശരിയാണ്, ഇത് കടലാസ് പൂക്കൾ തന്നെയാണ്. അപ്പൊ അമ്പുസ്വാമിയാണത് ഇരിക്കട്ടെ, പറയൂ, മുന്നോട്ട് പോട്ടെ. ഇത് കടലാസ് പൂക്കൾ തന്നെയാണ് പറയും. അപ്പോഴും ഈ സ്ത്രീ പറയും, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഇത് കടലാസ് പൂക്കളല്ല, ഇത് ഞാൻ വെള്ളമൊഴിച്ച് നട്ടുണ്ടാക്കി ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്ന പൂക്കളാണ്, ഞാൻ എല്ലാ ദിവസവും അവിടെ വരാറുള്ളതാണ്, എല്ലാവർക്കും അറിയാം ഞാൻ നല്ല പൂക്കളാണ് ഉണ്ടായിരുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്, എനിക്കറിയില്ലേ എൻ്റെ പൂക്കളെ കുറിച്ച് പറയും. അപ്പോൾ അതിലെ പോണ ആൾക്കാരൊക്കെ വന്നിട്ട് എന്താണ് ഇവിടെ ചർച്ച, അവരും വരും. അവർ വന്നിട്ട് എന്താ അവിടെ ചോദിക്കും. അപ്പോൾ സ്വാമി പറയും അല്ല, ഇവിടെ ഈ കൊട്ടയിൽ വെച്ചിരിക്കുന്നത് ഈ സ്ത്രീ കടലാസ് പൂക്കളാണ്, എന്നിട്ട് പറയണത് ശരിക്കുള്ള പൂക്കളാണ്, നട്ടുവളച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്നാ പറയണത്. അപ്പൊ അവരെന്ത് പറയും, ഈ സ്വാമിജി പറഞ്ഞാൽ ശരിയായിരിക്കും, എന്താ പറഞ്ഞ സ്വാമിജി ഒരു ദില്ലിലൊക്കെയാണ്. അപ്പൊ ആണെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും പറഞ്ഞിട്ട് അവരും പറയും അതെ 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 സ്വാമിജി പറഞ്ഞ പോലെ ഇത് കടലാസ് പൂക്കളല്ലേ, പിന്നെ സ്വാമിജിക്ക് അറിയില്ലേ, സ്വാമിജി നുണ പറയില്ലല്ലോ. സ്വാമിജി കള്ളം പറയില്ലല്ലോ, സ്വാമിജി ഉള്ള കാര്യമല്ലേ പറയുള്ളൂ. അപ്പോൾ ഇത് അതന്നെയാണ്, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്വാമിജിയാണ്, ആൾക്കാരില്ല. ഇത് പിന്നെ സമൂഹം അങ്ങനെയാണ്, സ്വാഭാവികം, പ്രശസ്തിയുള്ളവന്റെ വാക്ക് വിശ്വസിക്കും. അപ്പൊ അവരും അപ്പൊ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ തന്നെ വിഷമത്തിൽ ഇരിക്കല്ലേ, അത് പല അപവാദങ്ങളും കേട്ടിട്ട്. അപ്പൊ ഇത് ആയുധ ദേഷ്യം വന്നിട്ട് പറയും, എന്താ സ്വാമിജി നിങ്ങൾ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുക, ഞാനിവിടെ പൂക്കച്ചവടം ചെയ്ത് ജീവിക്കേണ്ടതാണ്, നിങ്ങൾ ഈ നല്ല പൂക്കളിനെ കടലാസ് പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ആരും ഇത് വാങ്ങിക്കില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ അവർ വാങ്ങിച്ചില്ലെങ്കിൽ വേണ്ട, അതത്രയേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം ഞാൻ നട്ടുവളർത്തിയ പൂക്കൾ ഇത് നല്ല പൂക്കളാണ്, ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റിയതാണ്, ശരിക്കുള്ള പൂക്കളാണ്, ഇതിൻ്റെ മണം നോക്കൂ, അത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലല്ലോ, ഒന്ന് മണച്ചു നോക്കാം. പക്ഷെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് നല്ല പൂക്കളാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല, നിങ്ങളങ്ങനെ പറഞ്ഞാലും എനിക്ക് വിഷമമില്ല, ഞാൻ ഇത് തിരിച്ചു കൊണ്ടുപോക്കണം. നിങ്ങളോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ ഞാൻ നട്ടുവളർത്തിയ ഈ പൂക്കൾ ശരിക്കുള്ളതാണെന്ന്. പിന്നെ നിങ്ങൾ പറയണത് എനിക്കെന്തിനാ കേൾക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയും. അപ്പോൾ അത് ശരി, നിന്റെ കൊട്ടയിലുള്ള ഈ പൂക്കൾ നീ നട്ടു വളർത്തിയതാണ് എന്നുള്ള വിശ്വാസം നിനക്കുണ്ട്, ഈ പൂക്കളോടുള്ള വിശ്വാസം പോലും നിനക്ക് നിന്നോടില്ലേ. അപ്പം ഇവിടെ ഇങ്ങനെ മുഖത്ത് നോക്കാൻ പറയും, നിന്നെ അനാവശ്യം പറഞ്ഞ് അപവാദം പറഞ്ഞ് ആൾക്കാർ പറയുമ്പോൾ നിന്നെ നിനക്കൊരു വിശ്വാസമില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, എന്നിൽ ഒരു തെറ്റുമില്ല എന്ന് നിനക്ക് ഉത്തമ ബോധ്യം, നിനക്ക് ഈ പൂക്കളെ കുറിച്ച് നിനക്ക് ഉത്തമ ബോധ്യം ഉണ്ടല്ലോ, അതേപോലെ നിന്നെക്കുറിച്ച് നിനക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നീ എന്തിനാ വിഷമിച്ചിരുന്നത്, നിന്റെ മക്കളെയും കൂടി വിഷമിപ്പിച്ചത്. അപ്പോൾ അതാണ് മറ്റുള്ളവർ പറയുന്നതല്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കണം. കാരണം എന്താ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് വിഷമിക്കണം, അയ്യോ ഞാനിങ്ങനെ ചെയ്തു, അത് തെറ്റാണ്, അതല്ലേ അവർ പറഞ്ഞത് എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ടാവും, അത് നമ്മളുടെ ഒരു കുറ്റബോധമായിട്ട്. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ ആരോ എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞ് വിഷമിക്കുക, അപ്പം നിന്നിൽ നിനക്കൊരു വിശ്വാസമില്ല, നിന്നെക്കുറിച്ച് നിനക്കൊരു ആത്മവിശ്വാസമില്ല, അതല്ലേ സത്യം. അപ്പോൾ ഈ കൊട്ടയിൽ നീ നട്ടു വളർത്തിയ പൂക്കൾ ഈ കൊട്ടയിൽ ഞാൻ കണ്ടു പറഞ്ഞപ്പോൾ നിനക്ക് ആ പൂക്കളോട് എന്തോ ഒരു വിശ്വാസം, ഓ ഞാൻ നട്ടു വളർത്തിയ പൂക്കൾ ഞാൻ പറിച്ചിട്ട് വന്നിട്ട് എനിക്കതിൽ വിശ്വാസം, അത്രയും വിശ്വാസം നിനക്ക് നിന്നോടില്ല, അതിനെന്താ ഉത്തരം പറയാൻ പറ്റുക? അല്ലേ, അങ്ങനെയാണ്. അതിന് നല്ലൊരു ചോദ്യമാണ് ഗുരുക്കൾ ചോദിച്ചത്. കാരണം എന്താ അറിയോ, എന്നും അവിടെ തന്നെ അല്ലേ പെണ്ണുങ്ങളെ പൂ വെക്കണത്. അപ്പൊ എന്നും വിൽക്കണ പൂവാണെന്ന് അറിയുന്ന നാട്ടുകാരൻ്റെ അടുത്ത് തന്നെ ഇത് കടലാസ പൂവാണെന്ന് ഒരുത്തൻ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് കടലാസ പൂവാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഈ വ്യക്തി എന്താ പറയണത് അതിൻ്റെ പിന്നാമ്പുറത്ത് ആ ശിഷ്യർ കൂടിയ പോലെ തന്നെ ആ നാട്ടുകാരും കൂടി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ജനങ്ങൾ പറഞ്ഞിട്ടാണോ നീ വിഷമിച്ചത് എന്നുള്ള ചോദ്യമാണ് ഗുരുക്കൾ കേട്ടത് അല്ലേ. അപ്പോൾ സത്യസന്ധമായ ഒരു പൂവിനെ കടലാസ പൂവാണെന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ യഥാർത്ഥ പൂവിനെ പോലും കടലാസ പൂവായിട്ട് വിചാരിക്കുന്ന ഈ ജനങ്ങൾ പറയുന്ന വാക്ക് കേട്ടാണോ നീ ചിന്തിച്ചത്, നീ വിഷമിച്ചതെന്നാണ് ഗുരുക്കളുടെ ചോദ്യം അല്ലേ. അപ്പം അതാണ് ഈ സമൂഹം എന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ചുറ്റ ആൾക്കാർ പറയണ്ടല്ലോ, അയ്യോ ഞാൻ എങ്ങനെ പുറത്തിറങ്ങട്ടെ, ഞാൻ എങ്ങനെ നടക്കട്ടെ, ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ
യഥാർത്ഥ പൂവിനെ പോലും കടലാസ് പൂ എന്ന് പറയുന്ന അത്ര വിഡ്ഢികൾ നിറഞ്ഞിരിക്കുന്ന ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തളരാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലാസ് പൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പൂവിനെ കടലാസ് പൂ എന്ന് പറഞ്ഞാൽ അതേ വ്യക്തികൾ കുറച്ച് ദിവസം മാറ്റി ചിന്തിക്കും, ഞങ്ങൾ ഇത്രയ്ക്ക് പറഞ്ഞ് തളരാതെ അവരുള്ള പോലെ ഉണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തളർത്തേണ്ടാന്ന് മാത്രം നാക്കിലെ വെള്ളം വലിച്ചത് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ പാട് നോക്കി നമ്മുടെ പൂ അവരവൻ്റെ ജീവിതം നോക്കി പോയിട്ട് അടുത്ത ആളെ പിടിക്കും. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം. നമ്മൾ ചെയ്തിട്ട് മറ്റുള്ളവർ പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മളവരുടെ മുമ്പിൽ തല ഉയർത്തി അത് നാണം കെട്ട് ഏർപ്പെടും. പക്ഷേ നമ്മളൊരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ട് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ മുമ്പത്ത് തലകുനിക്കരുത്. പകരം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നാലാൾ പറയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നമ്മൾ സ്വയം തല കുനിച്ചിരിക്കും. അത് മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടായിരിക്കും. അങ്ങനെ ആർക്കും നാടകം കളിച്ച് ഈ ലോകത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. ഉൾമനസ്സ് പറഞ്ഞൊരു മനസ്സുണ്ട്. നമ്മൾ എത്ര തന്നെ പുറത്ത് ചിരിച്ച് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നൊരു കുറ്റം ചെയ്തു എന്നൊരു കുറ്റബോധം ഇല്ലാത്തവനാണെങ്കിൽ മൃഗത്തിന് തുല്യമൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യനല്ല ഒരു പിശാചിന് തുല്യെന്നേ നമുക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഉള്ളിലൊരു കുറ്റബോധം ഇല്ലാത്ത ഒരു മനുഷ്യനും ഇപ്പം ഉണ്ടാവും തോന്നുന്നില്ല. അഥവാ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യരുണ്ടെങ്കിൽ അത് മനുഷ്യരൂപത്തിലുള്ള വല്ല പിശാചുക്കളായിരിക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ ചെയ്തത് ശരിയാണ്, നമ്മുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഉള്ള കാലം വരെ ഈ ലോകം മുഴുവനും പുച്ഛിച്ചാലും ഈ ലോകം മുഴുവൻ തളർത്താൻ ശ്രമിച്ചാലും ഒന്നും കൂടി ഊർജ്ജത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് നടക്കാൻ എന്നുള്ളതാണ് ഈ കഥയും കൊണ്ട് നമുക്ക് പഠിക്കേണ്ടത്. അല്ലേ? ശരിയാണോ? അപ്പോൾ കറിയായി. നല്ല കഥ കേട്ടോ, എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി. കണ്ടോ, ഇത്ര ഈ മീനിന്റെ നല്ല മണം എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഊഹിക്കാം നിങ്ങൾക്ക് വരുന്നുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് വരുന്ന പോലെ നല്ലൊരു മീൻകറിയുടെ മണം നിങ്ങൾക്ക് വരുന്നുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നല്ല കറിയാണ് ഇത്. കുറച്ച് കറി. ഈ മീൻ അമ്മ നന്നാക്കിയതാണോ മീൻകാരൻ നന്നാക്കിയതാണോ ചോദിച്ചത്? നന്നായിട്ട് മുറിച്ചു. ആഹാ, അപ്പൊ നന്നായിട്ടില്ല പറഞ്ഞ അപ്പൊ മീൻകാരന്റെ മണ്ടയ്ക്ക് ഇടൂല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഊർജത്തോടെ സന്തോഷത്തോടെ തളർത്താൻ 100 പേരുണ്ടെങ്കിലും തളരില്ല എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം. അല്ലേ? അപ്പോൾ ഏവർക്കും സ്നേഹപൂർവ്വം ഊണ് കഴിക്കാൻ വിളിക്കാൻ മറന്നിരിക്കുന്ന അമ്മേനോട് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഊണ് കഴിക്കാൻ വരണം. മീൻകറി, മീൻ വറുത്തതും തരാം. എല്ലാരും വന്നോളൂ. കണ്ടമാനം മീനിന്റെ കഷ്ടാണ് ഇരിട്ടിരിക്കണേ. എല്ലാരും വരും കേട്ടോ, അമ്മ തരും. അല്ല, അമ്മ വിളിക്കണ്ടല്ലോ, എല്ലാരും വരും. പിന്നെ ഒന്നാമത് ഇവിടെ 3 പേരുണ്ട്. ഇത് മീന് ചാറിലിട്ട മീന് നീയും കൂട്ടില്ല, അച്ഛനും കൂട്ടില്ല, ഭർത്താന്റെ കൂട്ടും. ഞാൻ എന്തുമാത്രം കൂട്ടാൻ പറ്റും? അതന്നെ നാളേക്ക് ഇരിക്കൂ. പിന്നല്ല പിന്നെ അത് ശരിയാണ്. നമ്മുടെ പക്ഷെ അതിലൊരു കാര്യം ഉണ്ട് കേട്ടോ. അമ്മ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് പ്രഷർ ലോ ആയിരുന്നെന്ന്. അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. മനസ്സിലായി? അപ്പോൾ ഏവർക്കും സ്നേഹപൂർവ്വം വിളിച്ചല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.